ഇറാന്റെ പ്രധാന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം ടെഹ്റാനിൽ നിന്നും ഏകദേശം 220 കിലോമീറ്റർ തെക്കുകിഴക്കായി മധ്യ പീഠഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന നെതാൻസിലുള്ള ആണവ കേന്ദ്രമാണ്. ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചപ്പോൾ പ്രവർത്തനക്ഷമമായിരുന്ന 2 സമ്പുഷ്ടീകരണ പ്ലാന്റുകൾ നെതാൻസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇസ്രയേൽ സൈന്യം രാത്രിയിൽ നെതാൻസിലുള്ള ഒരു ആണവായുധ വികസന കേന്ദ്രം ലക്ഷ്യമിട്ടതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ധന സമ്പുഷ്ടീകരണ പ്ലാന്റ് FEP യുറേനിയം സമ്പുഷ്ടമാകുന്ന യന്ത്രങ്ങളായ 50,000 സെൻട്രിഫ്യൂജുകൾ സ്ഥാപിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു വിശാലമായ ഭൂഗർഭ സൗകര്യമാണിത്. റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം FEPയിൽ 17,000 സെൻട്രിഫ്യൂജുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ 13,500 എണ്ണം പ്രവർത്തനക്ഷമമായിരുന്നു. കൂടാതെ 5% വരെ യുറേനിയം സമ്പുഷ്ടമാക്കുകയും ചെയ്തു. നിലവിധി നിലകൾ ഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇസ്രയേലിന് ഈ സ്ഥലം കണ്ടെത്തി നശിപ്പിക്കാൻ കഴിയുമോ എന്ന് സൈനിക വിദഗ്ധർ വളരെ കാലമായി ആലോചിക്കുന്നുണ്ട്. പൈലറ്റ് ഇന്ധന സമ്പുഷ്ടീകരണ പ്ലാന്റ് PFEP ഇറാനിലെ ഏറ്റവും ചെറിയ സമ്പുഷ്ടീകരണ സൗകര്യമാണിത്. നിലത്തിന് മുകളിലായി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഇത് പ്രാഥമികമായി ഒരു ഗവേഷണ വികസന കേന്ദ്രമായിരുന്നു. അതിനുശേഷം ഗവേഷണ വികസന പ്രവർത്തനങ്ങളിൽ ഭൂരിഭാഗവും ഭൂമിക്കടിയിലേക്ക് FPയിലേക്കാണ് മാറ്റിയത്. തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായി ഫോർദോയിലെ ഒരു വലിയ പർവ്വതത്തിനുള്ളിൽ ആഴത്തിൽ കുഴിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ പ്രധാന പങ്ക് നടക്കുന്നത്. ഈ സ്ഥലം പൂർണ്ണമായും ഭൂമിക്ക് അടിയിലാണ്. കട്ടിയുള്ള മതിലുകളും സ്ഫോടന പ്രതിരോധ വാതിലുകളുമുള്ള തുരങ്കങ്ങളുടെ സാന്നിധ്യം 2012 UN പരിശോധകർ റിപ്പോർട്ട് ചെയ്തിരുന്നു. ചില ബങ്കറുകൾ 300 അടി പാറയാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് വാഷിംഗ്ടൺ പോസ്റ്റും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. IAEAയുടെ കണക്കുകൾ പ്രകാരം രാജ്യത്തെ ഏറ്റവും ശക്തമായ സെൻട്രിഫ്യൂജുകൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഫോർദോയിൽ ഏകദേശം 2000 പ്രവർത്തനക്ഷമമായ സെൻട്രിഫ്യൂജുകളുണ്ട്. എന്നാൽ PFEP ഉപയോഗിച്ച അതേ സംഖ്യയാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.